പാമ്പിൻ്റെ വായിൽ 3 വട്ടം തുപ്പിയാൽ അത് ചാകുമെന്ന തുപ്പലുള്ളിൽ എത്തിയാൽ. പാമ്പിനെ പിടിച്ചാൽ വയ്ക്കണവർക്ക് കാരണം വായിൻ്റെ ഉള്ളിൽ തുപ്പിയാൽ 3 വട്ടം നമ്മൾ തുപ്പിയാൽ പാമ്പ് ചാവുന്നു. കാരണം നമ്മൾ ഏറ്റവും വലിയ വശം നമ്മളെയാണ്. മുലപ്പാൽ തേനും ചേർത്ത് നീ കുടിക്കുന്നത് മൂത്രത്തിലെ കല്ലിന് ശമനം തന്നത്. മുലപ്പാലും തേനും ചേർത്ത് കുടിച്ചാൽ മൂത്രത്തിലെ കല്ലിന് ശമനാണ്. ഹയാത്തു ഹയവാൻ നോക്ക് 1 ഉണ്ടിത് 37-ാം പേജിലാ പറയുന്നത്. വെള്ളുള്ളി പഞ്ഞിയിൽ വെച്ച് പെണ്ണ് ചുമക്കണം, മണിക്കൂർ 7ഓളം ഇതേ പടിയാകണം. എന്നിട്ട് പിന്നവൾക്കുള്ള വായ് മണപ്പിക്കണം, മണം കിട്ടുമെങ്കിൽ ഹംലിനഹിലെന്നറിയണം. അല്ലാത്ത പക്ഷം അവൾ അക്കീമാണെന്ന, മരുന്നെന്ത് ചെയ്താലും ഫലമില്ലെന്ന. അപ്പോൾ വെളുത്തുള്ളി പഞ്ഞിയിൽ വെച്ചിട്ട് പെണ്ണ് അരിയിൽ വെച്ച് കോന്തൽമ കെട്ടി ചുമന്നിങ്ങനെ നടക്കുക, 7 മണിക്കൂറോളം ചുമക്കുക. എന്നിട്ട് അവളെ വായ് മണമുണ്ടോ നോക്കുക. മണം ഉണ്ടെങ്കിൽ, മണം കിട്ടണുണ്ടെങ്കിൽ എന്തിൻ്റെ വെള്ളുള്ളി ഇടാൻ. ഹംലിനഹിലെന്നറിയണം, അതായത് പെണ്ണുകൾക്ക് പിന്നെന്താവും, ഗർഭമുണ്ടാവും. അല്ലാത്ത പക്ഷം അവൾ അക്കീമാണെന്ന. അക്കീം എന്ന് പറഞ്ഞാൽ പ്രസവിക്കാത്തവളാണ്, മച്ചിയാണ് എന്നർത്ഥം. അപ്പോൾ അത് ഞാൻ ഇപ്പോൾ ഇങ്ങനെ പറയാൻ കാരണം എന്താണ്, ഒരു കാര്യം ചിലപ്പോൾ ശരിക്കും പറയുമ്പോൾ ഓരോരോ സ്ഥലത്ത് ഓരോരോ പേരുകളക്കാരം വരിക. അപ്പം മനുഷ്യൻ്റെ മുടി അല്പം എടുത്ത് കരിക്കണം, പനിനീരിലത് ചാലിച്ചു തലയിൽ തേക്കണം. പ്രസവിക്കുമെന്ന പ്രസവവേദനയുള്ളവൾ ഇത് വളരെ അനുഭവമെന്നുമാണ് ഹക്കീമുകൾ. മനുഷ്യൻ്റെ മുടി, അതായത് എൻ്റെ മുടി അല്ലെങ്കിൽ നമ്മളെ മുടി അല്പം കുറച്ചെടുത്ത് ഒന്നാകെ വരുന്നരുത്, ചകര എടുത്തിട്ട് കരിച്ച് എന്നിട്ട് പനിനീരിൽ ചാലിച്ച് തലയിൽ തേക്കുക. അങ്ങനെ തേച്ചാൽ പ്രസവിക്കുമെന്ന പ്രസവവേദനയുള്ളവളിന്. അതുപോലെ തന്നെ മുൻപന്തിയിൽ തന്നാണ് ജാലീനൂസിതിൽ ഹയാത്ത് ഹയവാൻ നോക്ക് 1-ാം ഭാഗമിൽ. മുടക്കം വരാതിത് വേണ്ട സമയത്തൊക്കെയും പുറത്താക്കുവാൻ താ റബ്ബനാ നീ ശക്തിയും. സ്വല്ലല്ലാഹു അലൈക യാ ഖൈറൽ ബശർ വൽ ആലി വൽ അസ്ഹാബി മാ ത്വലഅൽ ഫജർ. അപ്പം ഞാൻ പറയുന്ന ചികിത്സാ രീതികൾ നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ പറയുന്നത്. ഇതുകൊണ്ട് ചികിത്സിക്കരുത്, കാരണം ഇന്ന് ആധുനിക യുഗമാണ്. അപ്പോൾ വിശ്വാസവും ഇതുള്ളത് മാത്രമേ ഇതുകൊണ്ട് ചികിത്സിച്ചാൽ മതി, അല്ലാത്തവർ ചികിത്സിക്കേണ്ട. കമൻ്റ് ഇടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. കാരണം ഞാൻ ഇപ്പം ഇന്നലെ ഒരു ആൾക്ക് പറഞ്ഞു ഷുഗർ അധികമാണ്, ഓപ്പറേഷൻ വരാൻ പോവുകയാണ് മറ്റന്നാ. അപ്പോൾ ഷുഗർ കൂടുതലാണെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ ഞാൻ വെറുതെ തമാശക്ക് എന്ത് ചെയ്തു, സാധാരണ ആളുകൾ ചെയ്യുന്നത് പോലെ പിന്നെ ഇങ്ങനെ പറഞ്ഞു കൊടുത്തത്. അടക്കാപ്പഴത്തിൻ്റെ പിന്നെ ഇതെടുത്തിട്ട്, അതായത് തോലല്ല, അടക്കാപ്പഴത്തിൻ്റെ ഇല എടുത്തിട്ട് അത് പിന്നെ ചുടുവെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ട് അത് കുടിച്ചാൽ ശമനം കിട്ടുമെന്ന് പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഈ അടക്കാപ്പഴം എന്നാണ് ഞങ്ങളവിടെയൊക്കെ പറയാം. ചിലയിടത്ത് അതിന് വേറെ കൊയ്യാക്ക എന്നാണ് പറയാം, കൊയ്യാക്ക. ഇയാളങ്ങനെ അടക്കാപ്പഴത്തിൻ്റെ, ഞാൻ കണ്ടതുകൊണ്ട് രക്ഷപ്പെട്ടു. ഞാൻ അടക്കാപ്പഴത്തിൻ്റെ എന്ന് പറഞ്ഞ് ഇയാൾ അടക്കാപ്പഴം എടുക്കാൻ വരികയാണ്. അപ്പോൾ ഇയാളിങ്ങനെ എടുക്കാൻ വരുമ്പോൾ എൻ്റെ മുമ്പിൽ പെട്ടു. എവിടുക്കാന്ന് ചോദിച്ചത്, അടക്കാപ്പഴം എടുക്കാൻ, അതിൻ്റെ ഇല എടുക്കാൻ പോകുക നിങ്ങൾ ഇന്നലെ പറഞ്ഞില്ലേ ചോദിച്ചു. അപ്പോൾ എവിടുക്കാൻ പോകണം, കൗങ്ങിൻ്റെ എവിടുക്കാൻ പോകണം. ഓലി അടക്കാമരത്തിനാണ് അടക്കാപ്പഴം എന്ന് ഉദ്ദേശിച്ചത്. അങ്ങനെ കൗങ്ങിൻ്റെ ഇല എടുക്കാൻ വേണ്ടി പോണ സമയത്താണ് ഞാൻ കണ്ടത്. തിരിച്ചയച്ചു. എന്നിട്ട് സാധനം പറഞ്ഞു കൊടുത്തു, മാറ്റി പറഞ്ഞു കൊടുത്തു. അതായത് ഓല അപ്പോൾ അതിന് പേര് പറയണത് കൊയ്യാക്കാന്നവിടെ. അപ്പോൾ അതേപോലെയാണെങ്കിൽ അതാണ് ഞാൻ ചികിത്സിക്കേണ്ടെന്ന് പറയണതല്ല, സത്യമല്ലാത്തത് കൊണ്ടല്ല. അപ്പോൾ ചിലപ്പോൾ പല നാട്ടിലും പല പേരുകളൊക്കെ ഇതിന് പറയാം. അപ്പോൾ അതുകൊണ്ട് അറിയിച്ചങ്ങ് മാത്രം ചികിത്സിച്ചാൽ മതി, അല്ലെങ്കിൽ ഇത് കേട്ടാൽ മതി.